ശാപവാക്കുകൾ പറയുന്നവർക്കറിയില്ല കേൾക്കുന്ന ആളുകളുടെ വേദന. വർഷങ്ങൾക്ക് മുമ്പൊരു സംഭവം. ചില വാക്കുകൾ അറം പറ്റുമെന്ന് പറയാറുണ്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും വാക്കുകൾ. മുമ്പൊരു സംഭവം ഉണ്ടായി. ഒരു 8 വയസ്സുകാരന് സംഭവിച്ച വേദന നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വീട്ടിൽ പുതിയ അളിയനെത്തിയിട്ടുണ്ട്, അഥവാ പെങ്ങളുടെ ഭർത്താവ്. രാവിലെ പത്തിരി ഉണ്ടാക്കാൻ പൊടിയില്ലാത്തൊരു സമയം. അയൽവക്കത്തു നിന്ന് അല്പം പത്തിരിപ്പൊടി വാങ്ങി ഉമ്മ മരുമകന് വേണ്ടി മാത്രമായി പത്തിരി ഉണ്ടാക്കുകയാണ്. 8 വയസ്സുകാരനായ ഈ മോന് നോമ്പിൻ്റെ ഓർമ്മകൾ മനസ്സിൽ വന്നു. പത്തിരിച്ചട്ടിയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന പത്തിരിയുടെ വാസന അവനെ ആകർഷിച്ചു. ഒന്ന് ചുട്ടെടുത്തത് കുഞ്ഞുമോൻ ചുരുട്ടിപ്പിടിച്ച് കടിച്ച് സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെങ്ങൾ പറയുന്നത്, ഉമ്മ പത്തിരി ഒന്ന് കുഞ്ഞോ കൊണ്ടുപോയിട്ടോ. ഉമ്മ പറഞ്ഞു, ഇനി അളിയാക്ക കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. കുഞ്ഞുമോൻ വെയിറ്റ് ചെയ്തു. ഒന്ന് കഴിഞ്ഞപ്പോൾ അവന് ഒന്നുകൂടി ഒരു ആഗ്രഹം. ഉടനെ രണ്ടാമത്തെ പത്തിരി മോൻ ചുരുട്ടി പിടിക്കുന്നു. പത്തിരി എടുത്തു ഓടുന്ന മോൻ ഒരു കടി കടിച്ചിട്ടുണ്ട്, നിന്റെ ഒടുക്കത്തെ തീറ്റ ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞു ഉമ്മ അടിക്കാൻ ഒരുങ്ങുന്നു. നേരെ മുറ്റത്തേക്ക് ചാടുന്നു. റോഡ് സൈഡിൽ ഉള്ള ആ കുഞ്ഞുമോൻ്റെ നേരെ ടിപ്പർ വന്ന് വയറ്റിലൂടെ കയറി ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഓടിച്ചെന്ന് ഉമ്മ പൊന്നുമോനെ വാരിയെടുക്കുമ്പോൾ ആ ഒടുക്കത്തെ പത്തിരിയുടെ കഷ്ണം വായിലുണ്ടായിരുന്നു. ചില വാക്കുകൾ അങ്ങനെയാണ്. നാം പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല. നന്നാവില്ല, കുണം പിടിക്കില്ല, എന്നെ കഷ്ടപ്പെടുത്തിയോ നന്നാകൂല, നീയൊക്കെ ഭാവിയിൽ അനുഭവിക്കും തുടങ്ങിയ വാക്കുകൾ പറഞ്ഞു പോകരുത്. അറം പറ്റിയാൽ അതങ്ങനെ സംഭവിക്കും. സങ്കടത്തിലും പറയണ്ട, ദേഷ്യത്തിലും പറയണ്ട. നമ്മുടെ മക്കൾ നന്നാവണം. നന്നാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.